യാ മോനെ എന്താ കഥ തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പച്ചത്തെറി പച്ചത്തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എമ്മാതിരി തെറി എന്നാ പറയണത്. കൊടുങ്ങല്ലൂർ തെറിയൊന്നും ഒന്നുമല്ല, തിരുവനന്തപുരം തെറിയൊന്നും ഒന്നല്ല എന്ന് പറഞ്ഞ പോലെ തെറിയുടെ ഒരു അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അഭിഷേകം. സൈബർ അറ്റാക്ക് ഒന്നും പറഞ്ഞില്ല, കാരണം തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോരോ വെറൈറ്റി വെറൈറ്റി സാഹിത്യങ്ങളാണല്ലോ. അപ്പൊ ഞാൻ എമ്പുരാനെ പറ്റിയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ മൊത്തത്തിൽ തന്നെ പച്ചത്തെറി തന്നെ കഴിഞ്ഞാല് പച്ചത്തെറി. ഞാൻ ലാസ്റ്റ് കുറെ തെറികളൊക്കെ അത്യാവശ്യം റിമൂവ് ചെയ്തു, കാരണം ആരെങ്കിലൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാല് അവര് ചിരിച്ചൊരു വിധാവും. അപ്പൊ അത് കാരണം കൊണ്ട് ഞാനത് കുറച്ച് തെറിയൊക്കെ ഞാൻ റിമൂവ് ചെയ്തു. കാരണം ഒരു എന്താ പറയാ, അപ്പൊ എന്നെ തെറി പറഞ്ഞോണ്ടോ അല്ലെങ്കിൽ എന്നെ മറ്റേ കുറ്റം പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ മക്കളെ? ഇന്നെ തെറി പറഞ്ഞുകൊണ്ട് എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ എമ്പുരാനെ പറ്റി പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം തന്നെയാണ്. കാരണം എമ്പുരാന് 100 കോടി കടന്നു, 200 കോടി എന്നൊക്കെ കടന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അത് ഉള്ളതല്ലേ, ഇല്ലാത്തതല്ല. ഇത് ഭയങ്കര സംഭവമായി പോയി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഇട്ടിട്ട് ഇത്രയധികം തെറി കമന്റുകൾ വരിക എന്ന് പറഞ്ഞത്. ഞാൻ തന്നെ തീർച്ചയായിട്ടും കമന്റ് നിലവാരം കണ്ടിട്ടേ എനിക്ക് ചിരി വന്ന്. വെറൈറ്റി വെറൈറ്റി തെറികൾ, ഓരോരോ വെറൈറ്റി വെറൈറ്റി തെറികൾ എന്ന് പറയുമ്പോഴേ, അല്ലെങ്കിൽ ഞാന് വീഡിയോയിൽ പറഞ്ഞിട്ട് എന്നെ തെറി വിളിച്ചാലും സാരമില്ല, എന്നെ തെറി പറഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ തമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. നോക്കുമ്പോ തെറി പറഞ്ഞാല് കുഴപ്പമില്ല എന്ന് പറഞ്ഞു നോക്കുമ്പോ തെറിയോട് അഭിഷേകമായി മാറി. ഭയങ്കര തെറി എന്ന് പറഞ്ഞ പച്ചത്തെറി. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമനെ പറ്റിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യണ്ടേ, നമുക്ക് പറയണ്ടേ, നല്ല സിനിമ അല്ലേ. എമ്പുരാന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എമ്പുരാനെ എങ്ങനെ മുടക്കിയ മുതല് അതിന്റെ ഡബിളായി തിരിച്ചു പിടിക്കുക എന്നുള്ളത് നമ്മൾ പൃഥ്വിരാജിനെ അറിയാം. പൃഥ്വിരാജ് അതിന്റെ ഓരോരോ ലെവലുകൾ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്നാ, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ മഹാനടനാണ്. അപ്പൊ മലയാളത്തിന്റെ മഹാനടനെ നെഞ്ചിലേറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ലാലേട്ടന്റെ ഫാൻസുകാരും ഉണ്ട്, അതുപോലെ തന്നെ ലാലേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് വേറെ ആൾക്കാരുണ്ട്. ഈ മലയാളികൾ ലാലേട്ടനെ നെഞ്ചിലേറ്റിയ ലാലേട്ടന്റെ സിനിമ വന്നു കഴിഞ്ഞാൽ അവർ കാണാണ്ടിരിക്കൂല, അവരെന്തായാലും കാണും. അതിന് എത്ര ഡീഗ്രേഡിങ് വന്നാലും ശരി, എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ ഇതുകളും വന്നു കഴിഞ്ഞാലും ശരി, ലാലേട്ടനെ സ്നേഹിക്കുന്നവർ ലാലേട്ടന്റെ സിനിമ കാണും. പിന്നെ അവർ ലാലേട്ടനെ എന്തിനു സ്നേഹിക്കണം? അവർ ലാലേട്ടന്റെ അഭിനയം കണ്ടിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത്, അല്ലാണ്ട് ലാലേട്ടനെ കണ്ടിട്ടൊന്നുമില്ല, ലാലേട്ടന്റെ ഗ്ലാമർ കണ്ടിട്ടില്ല. ലാലേട്ടന്റെ അഭിനയം, ഓരോരോ സിനിമയിലുള്ള അഭിനയം, അദ്ദേഹത്തിന്റെ ഗ്ലാമർ ലുക്കുകൾ, ഓരോരോ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഗ്ലാമർ ലുക്കുകൾ, ഇപ്പൊ ഗ്ലാമർ മാത്രം കണ്ടിട്ട് സ്നേഹിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ശരിയാവില്ല. അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ചക്രവർത്തി മഹാകുലപതിയാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞ ആള്. മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ തന്നെ പറയേണ്ടി വരും. മലയാള സിനിമയെ മാറ്റിമറിച്ച് ലാലേട്ടൻ ഈ ചരിത്ര മുഹൂർത്തത്തില് തെറികൾ എനിക്ക് എന്തൊരു പ്രശ്നമുള്ള കേസല്ല. എത്ര തെറികൾ നിങ്ങൾ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല, ഞാൻ ഉള്ളത് പറയുമ്പോൾ തെറികൾ വരും. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല, സ്വാഭാവികമാണ്. മനുഷ്യന്മാരങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നു, ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല, ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നു, എനിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടില്ല, കല്ല് വലിയ, അത് വേറെ കാര്യം. മറ്റേ പണ്ടനെ പറഞ്ഞ പോലെ, സലീം പറഞ്ഞ പോലെ ഈ ഓരോരോ കഥകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി തെറി പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് വീഡിയോസ് ഇനിയും ചെയ്യും. വീഡിയോസ് എമ്പുരാനെ പറ്റിയിട്ട് വീഡിയോസ് ഇനി ഒരുപാട് വരും. അപ്പൊ തെറി വിളിക്കേണ്ടവരൊക്കെ തെറി വിളിച്ചോളി, തെറി വിളിക്കാതിരിക്കുന്നവരൊക്കെ നല്ല കമന്റുകൾ ഇട്ടു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു.